ഹലോ, എല്ലാവർക്കും സുബീഷ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നലെ കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, ഒരു 35 സെക്കൻഡുള്ള. അതിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുമായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. ഞങ്ങൾ ഒന്നേന്ന് തൊട്ടിട്ട് ഈ സമയം വരെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് വീഡിയോസ് ഒന്നുമല്ല ഉൾപ്പെടുത്തുന്നത്, ഫോട്ടോസ് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഓരോരോ മൊമെൻറ്റ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഫോട്ടോ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഫോട്ടോയാണ്. ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി കല്യാണത്തിലേക്ക് എത്തിയ കഥ പറയാം. 10ാം ക്ലാസ് പകുതിയൊക്കെ ആയപ്പോഴായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ കല്യാണം. ഈ കല്യാണാലോചന വന്നപ്പോൾ എന്നോട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ദേ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, നോക്കിയേ ഈ ചെക്കൻ എങ്ങനെയുണ്ട്, നല്ലതല്ലേ, സുന്ദരനാണ്, സുമുഖനാണ്, പിന്നെ ഡ്രൈവറാണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രൈവർക്ക് എന്താ കുഴപ്പം? ഡ്രൈവർക്ക് കുഴപ്പമുണ്ടെന്നല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും ഡ്രൈവറെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിനക്കതുപോലെ ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും കുഴപ്പമില്ലെന്ന്. അതും വെറും ഡ്രൈവറല്ല കേട്ടോ, JCB ഡ്രൈവറാണ്. അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു. ഈ ഇടവേള എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടവേളയാണ്. ഫോൺ ചെയ്തും മീറ്റ് ചെയ്തും ഒന്നും പറയണ്ട, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ 6 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 15 വയസ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ 15 വയസ്സിലേക്ക് കല്യാണം കഴിക്കുമോ, കേസൊന്നും ആയില്ലേ എന്ന്. 2012 ആ നിയമം കർശനമല്ലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു 1.5 മാസമൊക്കെ ആയപ്പോൾ ദേണ്ടേ പ്രഗ്നൻ്റായി. അപ്പോഴേക്കും 2-3 പേരെന്നോട് ചോദിച്ചു, ഇപ്പോൾ തന്നെ കുഞ്ഞൊക്കെ വേണോ, നിങ്ങൾക്ക് 2-3 വർഷം അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോരെ കുഞ്ഞെന്ന്. അപ്പോഴും വയസ്സായിരുന്നു പ്രശ്നം. ഒന്നും നോക്കിയില്ല, ഒരു കുഞ്ഞിന് അങ്ങ് ജന്മം കൊടുത്തു. അതും 15ാമത്തെ വയസ്സ് കഴിയുന്ന ആ മാസത്തിൽ തന്നെ. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പുറകെയായി. പിന്നീടും റൊമാൻസിന് കുറവൊന്നുമില്ല കേട്ടോ. അടിച്ചു പൊളിച്ച് കുഞ്ഞുമായി ഞങ്ങൾ 3 പേരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കുഞ്ഞിന് ഒരു 9 മാസമായപ്പോൾ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോഴേക്കും എന്നെ അറിയുന്ന 2-3 പേര് എന്നോട് പറഞ്ഞു, ദേ ഒരു കുഞ്ഞായല്ലോ, എന്തിനാ ഇപ്പം തന്നെ 2ാമത്തെ കുഞ്ഞും അതിനെങ്ങോട്ട് കൊണ്ട് കളയെന്ന്. ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയതോടെ ഞാനൊരു അമ്മയായി മാറിയിരുന്നു. അപ്പോൾ 2ാമത്തെ കുഞ്ഞിനെ കളയുന്ന അവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ 2 വീട്ടുകാർക്കും യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് വയസ്സ് 16.5 കഴിഞ്ഞിരുന്നു. ഡെലിവറി നിർത്താമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് പ്രസവം നിർത്തുന്നത് അത്ര നല്ലതല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ഞങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം കൂടെ നൽകി. ആ ഒരു ഡെലിവറിക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് അതോടുകൂടി ഡെലിവറി അങ്ങ് നിർത്തി. ഇപ്പോൾ ഞങ്ങൾ 5 പേരുമായിട്ട് സുഖമായിട്ട് കോട്ടയം കറുകച്ചാലിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഞങ്ങൾ കോട്ടയംകാരല്ല കേട്ടോ, മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ് ഞങ്ങളുടെ സ്ഥലം. ഇവിടെയാണ് ഹസ്ബൻഡ് JCB ഓടിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഞാനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ 2 പേരുടെയും അച്ഛനും അമ്മയും എല്ലാം നാട്ടിലാണ്. ഹസ്ബൻഡ് വീട്ടിൽ അച്ഛനും അമ്മയും 2 പെങ്ങന്മാരും ഉള്ളത്. പെങ്ങന്മാർ 2 പേരെയും കല്യാണം കഴിച്ചു വിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയാണുള്ളത്. അനിയത്തി കല്യാണം കഴിഞ്ഞു പോയി. ഇപ്പോൾ അനിയനും അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോസ് വഴിയേ കാണാം.